ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, വ്ളോഗ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി കേട്ടോ. ഒരു 4-5-6 ദിവസമായെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇടാൻ പറ്റാതിരുന്ന കാരണം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോറേജ് ഫുള്ള് കാരണം, പ്രത്യേകിച്ച് മൊബൈലിലൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്തോ സ്റ്റോറേജ് പ്രശ്നം കാരണം നമുക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാനും അത് അപ്ലോഡ് ആക്കാനും ഒന്നിനും വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്തു, പിന്നും അത് വെട്ടിക്കുറച്ച് വീണ്ടും നമ്മൾ ഒന്നുകൂടി എഡിറ്റ് ചെയ്യും. അങ്ങനെ ഒരു 3-4 ദിവസം അങ്ങനെ ആയിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ഡിലീറ്റ് ചെയ്ത് എന്നുള്ളൊരു വിഷമത്തിൽ പിന്നെ വീഡിയോ എടുക്കാനും ഒരു മനസ്സില്ലായിരുന്നു. അതൊക്കെ കൊണ്ടാണ് കുറേ ദിവസം നമ്മൾ വീഡിയോ ഇടാതിരുന്നത്, ഒരു ഷോർട്ടി മാത്രം അങ്ങ് ഒതുക്കിയിട്ട് നിന്നത് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ നമുക്ക് വ്ളോഗ് ഇട്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് വളർന്ന ചാനലൊക്കെ ആയിരിക്കണം, ഷോർട്ടൊക്കെ ഇട്ട് പോകണം എന്നുണ്ടെങ്കിൽ. അപ്പം നമ്മളിങ്ങനെ കാല് ചവിട്ടി നിൽക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇങ്ങനെ പറ്റാണ്ടായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോ ഇല്ലാതിരുന്നത്, വ്ളോഗ് ഇല്ലാതിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ഒക്കെ ഇപ്പം ഇട്ടിരുന്നാൽ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വരുമെന്ന് പോലും എനിക്ക് സംശയമാണ്. കുറേ ദിവസം നമ്മൾ ഇതിൽ നിന്ന് മാറി നിന്നതുകൊണ്ട് യൂട്യൂബ് നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ, നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലൊന്നും. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വീണ്ടും ഒരു പ്രതീക്ഷയില്ല, ഇന്നും പഴയതുപോലെ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ എത്രത്തോളം വീഡിയോ ലെങ്ത് കുറയ്ക്കാമോ അത്രത്തോളം ലെങ്ത് കുറച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്തുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 4 മിനിറ്റ്, 5 മിനിറ്റ്, ഒരു 6 മിനിറ്റ്, കൂടിപ്പോയാൽ ഒരു 7-8 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് എനിക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്കിങ്ങനെ ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണ്, വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഷോർട്ടൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ചിലവർക്ക് ലോങ് വീഡിയോ ഒക്കെ കാണാനായിട്ട് താല്പര്യം കാണത്തില്ല, 1 മിനിറ്റൊക്കെ കഷ്ടിച്ച് ഇരിക്കാനൊരു ക്ഷമയുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഷോർട്ട് കാണാനാണ് കൂടുതൽ ഇഷ്ടം, വ്ളോഗൊന്നും കാണാനായിട്ട് താല്പര്യം കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ ഷോർട്ട് കാണാൻ താല്പര്യമുള്ളവർ ഷോർട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എൻ്റെ ജോലിയൊക്കെ നടക്കുന്നുണ്ട്. 2 ദിവസമായിട്ട് മുറ്റമൊക്കെ വൃത്തിയാക്കലായിരുന്നു കേട്ടോ പണി. അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. 2-3 മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും ആ മുറ്റം നിറയെ അങ്ങ് ചെറിയ കളകളൊക്കെ കയറിയിട്ട് നാശമായി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗം മാത്രം, മിക്കപ്പോഴും ഫ്രണ്ട് മുറ്റമായിരിക്കും നമ്മൾ അടിച്ചു വരുന്നത്, ബാക്കൊന്നും അങ്ങനെ വൃത്തിയാക്കാനായിട്ട് ഇറങ്ങാറില്ല കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വെക്കും. അപ്പോൾ എന്ത് ചെയ്തു, കള കയറി. എന്നും മുറ്റം അടിക്കുന്ന ഇതാണെങ്കിൽ പോച്ചയൊന്നും അധികം കയറത്തില്ല കേട്ടോ. അങ്ങനെ മൊത്തം വൃത്തിയാക്കി ചെത്തി തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഒരു കാരമരമുണ്ട്, കാരമരത്തിൽ നിന്ന് വീഴുന്ന ഇലകളും ഒക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വാരി തീയിട്ടിട്ടുണ്ടായിരുന്നു. തലേന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണികളൊക്കെ കഴുകിയിട്ടതൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു. നമുക്ക് വെള്ളമില്ലായിരുന്നു, എന്തോ ഭാഗ്യം കൊണ്ട് ഇന്നലെ ലൈനിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തുണികളെല്ലാം കഴുകാനായിട്ട് പറ്റി. ഇതെല്ലാം കഴുകിയിട്ടതിന് ശേഷമാണ് പിന്നെ മഴ പെയ്തത്. വലിയ മഴയല്ല, എന്നാലും തെറ്റില്ലാത്തൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതുപോലെ എൻ്റെ ജോലികളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ദോശയും ഉള്ളിക്കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. ചായയൊക്കെ ഇട്ട് രാവിലത്തെ കാപ്പി കൂടി മദ്രസയിലാക്കിയ കാര്യം കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് 2 ആഴ്ച കൊണ്ട് മദ്രസയിലൊക്കെ പോക്കുണ്ട്. പക്ഷേ ഇന്നില്ല കേട്ടോ, വ്യാഴനും വെള്ളിയും ഇല്ലല്ലോ. അപ്പോൾ വ്യാഴാഴ്ച ദിവസമാണ്. ഇന്നത്തെ വ്ളോഗ് എടുത്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ 9 മണി മുതൽ 11 മണി വരെയാണ് മദ്രസ ഉള്ള ദിവസങ്ങളിൽ. മുറ്റമൊക്കെ അടിച്ചതിന് ശേഷം നേരെ കയറി വന്നിട്ടോ. ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം കിട്ടുമ്പോൾ നമ്മൾ പുഴുക്കുണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു പുഴുങ്ങിയെടുക്കാമെന്ന്. നമ്മൾ വേവിച്ചെടുക്കാതെ, അരപ്പിടാതെ നമ്മൾ പുഴുങ്ങിയെടുക്കത്തില്ലേ, അങ്ങനെ പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പുഴുങ്ങി കാന്താരിമുളക് കുടച്ചിട്ട് കഴിക്കാം എന്നൊരു തോന്നൽ. അങ്ങനെയെല്ലാം വെട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലൊന്നും വേണ്ട, അതിന് മുന്നേ തന്നെ ചക്ക നന്നായിട്ട് വെന്ത്. പിന്നെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കറികളും കാര്യങ്ങളും എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടാണ് കേട്ടോ ഈ ചക്ക വെട്ടാനൊക്കെ നിന്നത്. അങ്ങനെ നമ്മുടെ ചക്കയും മുളകുടച്ചതും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.